നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിയാണ്. മക്രോണി നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന മക്രോണി പോലെയല്ല, ഒരു കേരള സ്റ്റൈല് സ്പൈസി ആയിട്ടുള്ള ഒരു മക്രോണി. തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പോലത്തെ ഒരു സ്പൈസി ആയിട്ടുള്ള മക്രോണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു മക്രോണി, ഇതാണ് ഒരു 400 ഗ്രാം മക്രോണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 200 ഗ്രാം മക്രോണി നമുക്ക് ഇതിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ 200 ഗ്രാം മക്രോണി പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മക്രോണി കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത മക്രോണിയിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് പൊടി, നമ്മളപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മക്രോണി ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെന്ത് കിട്ടും. ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെന്ത് വരുമ്പോൾ ശരിക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. മക്രോണി അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. മക്രോണി ഇതാ ഇതുപോലെയാണ് ആവേണ്ടത്. വെള്ളം ഒക്കെ ഈ രീതിയിൽ വറ്റി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 വലിയ ഉള്ളി സവോള ചോപ്പ് ചെയ്ത് ഇടുക. അപ്പോൾ നമുക്ക് ഉള്ളി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1.5 ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ടൊമാറ്റോ നല്ലതുപോലെ വേവിച്ചെടുക്കണേ. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് 1.5 എന്ന് പറഞ്ഞത് ഞാൻ വലിയ ടൊമാറ്റോ ആയതുകൊണ്ടാണ്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് നീളത്തിൽ പൊളിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ വെന്ത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഫെനൽ സീഡ്, വലിയ ജീരകം ഇടുന്നുണ്ട്. മസാല എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഈ മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ലാസ്റ്റാണ് ഉപ്പ്. ചിലപ്പോൾ നമുക്കിത് മതിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇടാൻ പോകുന്നു. നമ്മൾ മക്രോണി കറക്റ്റ് വെള്ളം വെക്കുന്നത് പോലെ വെള്ളം വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വെള്ളം മാറ്റില്ല, ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും മസാലയായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മസാലയ്ക്ക് മക്രോണിയിൽ പിടിക്കുന്നത് ഇളക്കി കൊടുക്കാം. അപ്പോൾ മക്രോണി മസാലയായിട്ട് നല്ലപോലെ പിടിച്ച് റെഡി ആയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 കോഴിമുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാതെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആ കോഴിമുട്ട എത്തൂല. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മക്രോണി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു കുറച്ച് സവോള ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫ്ലേവർ നമുക്ക് കിട്ടണം. സവോളയൊക്കെ കടിക്കുമ്പോഴാണ് നമുക്കൊരു നാടൻ തട്ടുകട ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.